ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോണച്ചൻ്റെ കൂടെയാണ്. പ്രഗത്ഭനായിട്ടുള്ളൊരച്ഛൻ. സംഗീത മേഖലയിൽ അച്ഛനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ്. ഇനി നമുക്ക് അച്ഛനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ട അച്ഛൻ, ഞാനൊരു എന്നാ പറയുന്നത്, ഒരു പുഞ്ചിരി അച്ഛൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അച്ഛൻ ഇപ്പോൾ തന്നെ ചിരിക്കാനൊക്കെ തുടങ്ങി. ഈ പുഞ്ചിരിക്കുന്ന ഒരു മുഖം നമുക്കുണ്ടാകണമെങ്കിൽ എളിമ ഉണ്ടാകണമെന്ന് അച്ഛൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കൂടി മാത്രമല്ല, അച്ഛൻ്റെ കൂടെ ഞാനായിരുന്നപ്പോൾ അച്ഛനെ പഠിപ്പിച്ചു തന്നതും എല്ലാവർക്കും ഈ സന്തോഷം നൽകുക, പുഞ്ചിരി നൽകുക. ആ പുഞ്ചിരിയിലൂടെ മറ്റുള്ളവർക്കൊരു സന്തോഷം, അവരുടെ ആ ഒരു വിഷമമൊക്കെ ആ ചിരി കാണുമ്പോൾ തന്നെ മറക്കുകയാണ്. അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷങ്ങൾ ഏറെ ദൈവാനുഗ്രഹപ്രദമായിട്ട് നിമിഷങ്ങളാണ്. സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കുറേ കാര്യങ്ങൾ, നിരവധി എപ്പിസോഡുകൾ ഒരിക്കലും പൂർണ്ണമാവില്ല അച്ഛൻ്റെ ജീവിതം കേൾക്കാനായിട്ട്. കാരണം ഞാൻ ഇച്ചിരി സമയം എടുക്കുകയാണ്. 35 വർഷം കാനഡയിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പട്ടം കഴിഞ്ഞിട്ട് 47 വർഷം. ഇനി 2 വർഷം കൂടി ഉള്ളൂ ജൂബിലി ആഘോഷിക്കാനായിട്ട്. ഈ ഒരു വർഷങ്ങൾക്കിടയിൽ സംഗീത മേഖലയിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന മേഖല നിൽക്കുമ്പോൾ എല്ലാവരുടെയും, സംഗീത മേഖലയിലുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരുടെയും, സംഗീത സംവിധായകന്മാർ, പാട്ടുകാർ, എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്താണ് അച്ഛൻ. അപ്പം അച്ഛൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഒരു വേറിട്ട ജീവിതമാണ്, അതൊരു വൈദികനാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്നതൊക്കെ അച്ഛൻ്റെ ദൈവവിളിയെ പറ്റിയാണ്. ചെറുപ്പം മുതൽ അച്ഛൻ എവിടെയാണ് ദൈവവിളി എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും ആ ഒരു ദൈവവിളിയുടെ ഒരു യാത്രയാണ് നമ്മൾ പ്രിയപ്പെട്ട ജോണച്ചൻ്റെ ഒപ്പം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. അച്ഛാ, ദൈവവിളിയെ പറ്റി ഒന്ന് പറയാമല്ലോ വിനിലച്ച. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളതെല്ലാം സർപ്രൈസ് രീതിയിലാണ്. ഞാൻ പലപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിലല്ല ഞാൻ എത്തുന്നത്. അങ്ങനെ എത്തുന്ന ആ സമയത്ത് അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഞാൻ തന്നെ മനസ്സിലാക്കി, ഇപ്പോൾ അറ്റ് ദിസ് ഏജ്, ഈ പ്രായത്തിൽ നമ്മൾ എന്നാ കാണിച്ചുകൊണ്ട് നടന്നാലും ശരി, നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് അദ്ദേഹം നിർത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞാൽ തമ്പുരാൻ, ദൈവം നിർത്തുള്ളൂ. നമ്മൾ പലതും ആഗ്രഹിക്കും, പലതും ചെയ്യുമായിരിക്കും. പക്ഷേ അവിടത്തേക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്നെ സംബന്ധിച്ച് തുടങ്ങിയത് ഒരു വോളിബോൾ കോർട്ടിൽ നിന്നാണ്. ഞാൻ 10ാം ക്ലാസ്സൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ മലയാളം പഠിക്കാനായിട്ട് എല്ലാം ഏർപ്പാട് വെച്ചിരിക്കുകയായിരുന്നു. മലയാളം അന്നത്തെ മലയാളം വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു, ഇന്നത്തെ BA തുല്യമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു സായാഹ്നത്തിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വോളിബോൾ കളിച്ചുകൊണ്ട് ഞാൻ ഒരു പന്ത് സെർവ് ചെയ്യാനായിട്ട് ഇങ്ങനെ സെർവിങ് ഏരിയയിലേക്ക് പോയപ്പോൾ അന്നത്തെ ഞങ്ങളുടെ വികാരിയച്ഛൻ, ഇപ്പോഴത്തെ ജീവിച്ചിരിപ്പില്ല, ജോർജ് നമ്പ്യാവർമ്പിൽ എന്ന് പറയും, എൻ്റെ പുറയിൽ വന്നിട്ട് എൻ്റെ ഇങ്ങനെ ദേഹത്ത് പുറത്ത് തട്ടി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനാ. എന്നാ അച്ഛാ ചോദിച്ചു. അതെ, ഈ പന്തുകൾ കഴിയുമ്പോൾ നീ എന്നെ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനങ്ങ് ചെന്നു. ഇപ്പം എൻ്റെ ചേട്ടനുണ്ട് കൂടെ. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് അച്ഛൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, നിനക്ക് അച്ഛനാവണോ? അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് പറയാം, ഒന്ന് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വീട്ടിലേക്ക് വന്നു. നീ എന്നാ തീരുമാനിച്ചെന്ന് ചോദിച്ചു. എന്നാൽ അപ്പോഴത്തേക്കും മൈനർ സെമിനാറിലേക്ക് ആളുകൾ എടുക്കുന്ന ആ സമയം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അച്ഛൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഞാൻ എഴുത്ത് തരാം, വിളിച്ചു അവിടെ ചെന്ന് ഞാൻ പോരുകയും ചെയ്യാം, കൂടെ നിന്നെ ചേർക്കാമെന്ന് പറഞ്ഞു. ഒരു സർപ്രൈസ് അല്ലേ, ഓർക്കാപ്പുറത്തെയാണ്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അച്ഛാ, നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? പാടാമല്ലോ, പിന്നെ എന്നാ. ഞാൻ ഇനി പാടാൻ പോകുന്ന പാട്ട് ഞാൻ തന്നെ എഴുതിയതാണ്.
കർത്താവിൻ കൂടാരത്തിൽ ആരു വസിച്ചിടും? അവിടുത്തെ നിർമ്മലഗിരിയിൽ ആരു പ്രവേശിക്കും? ആരു പ്രവേശിക്കും? കർത്താവിൻ കൂടാരത്തിൽ ആരു വസിച്ചിടും? അവിടുത്തെ നിർമ്മലഗിരിയിൽ ആരു പ്രവേശിക്കും? ആരു പ്രവേശിക്കും? കറകൂടാതെ ജീവിക്കും നീതിമാനവനും, ഹൃദയത്തിൽ സത്യം മാത്രം കരുതും മാനസനും. കറകൂടാതെ ജീവിക്കും നീതിമാനവനും, ഹൃദയത്തിൽ സത്യം മാത്രം കരുതും മാനസനും. നീതിയിൽ നിരതം നീങ്ങും നിർമ്മലനായവനും, നാവുകൊണ്ടു വഞ്ചനയൊന്നും ചെയ്യാവാനവനും. നീതിയിൽ നിരതം നീങ്ങും നിർമ്മലനായവനും, നാവുകൊണ്ടു വഞ്ചനയൊന്നും ചെയ്യാവാനവനും. കർത്താവിൻ കൂടാരത്തിൽ ആരു വസിച്ചിടും? അവിടുത്തെ നിർമ്മലഗിരിയിൽ ആരു പ്രവേശിക്കും? ആരു പ്രവേശിക്കും? ദൈവഭയം തിങ്ങും നരനെ മാനിക്കുന്നവനും, ദുഷ്ടനോട് നിലവിൽ പോലും സഖ്യമെഴാത്തവനും. ദൈവഭയം തിങ്ങും നരനെ മാനിക്കുന്നവനും, ദുഷ്ടനോട് നിലവിൽ പോലും സഖ്യമെഴാത്തവനും. നീതിതൻ പാതകൾ അനിശം കാക്കും മാനസനും, ദോഷമിഴാ സോദരനെതിരായി നീങ്ങാമാനവനും. നീതിതൻ പാതകൾ അനിശം കാക്കും മാനസനും, ദോഷമിഴാ സോദരനെതിരായി നീങ്ങാമാനവനും. കർത്താവിൻ കൂടാരത്തിൽ ആരു വസിച്ചിടും? അവിടുത്തെ നിർമ്മലഗിരിയിൽ ആരു പ്രവേശിക്കും? ആരു പ്രവേശിക്കും? കർത്താവിൻ കൂടാരത്തിൽ ആരു വസിച്ചിടും? അവിടുത്തെ നിർമ്മലഗിരിയിൽ ആരു പ്രവേശിക്കും? ആരു പ്രവേശിക്കും? കർത്താവിൻ കൂടാരത്തിൽ ആര് വസിച്ചിടും? സങ്കീർത്തനം 15 നമ്മുടെ കുർബാന തക്സയിലുള്ള സങ്കീർത്തനമാണിത്. അച്ഛൻ ഈ പാട്ട് എഴുതി പാടിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും? ഒരു 80കളിൽ 83 അങ്ങനെ ആ കാലഘട്ടം ഒന്ന് കൂട്ടിക്കോ. ഒരു 40 വർഷം, 40 കൊല്ലമായി. അതെ. അപ്പോൾ ഇപ്പോൾ പാടുമ്പോഴും ഭയങ്കര ഒരു എനർജിയാണ്. എനർജി എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരപ്പൻ പാടുന്നത് 2-3 കാര്യങ്ങളുണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം പാടുമ്പോൾ മക്കളെല്ലാവരും കേട്ട് നിൽക്കുന്നു, അവർ ഒരുമിച്ച് അതിന് റിപ്പീറ്റ് ചെയ്ത് പാടുന്നു. കൂടാരത്തിൽ ആര് വസിച്ചിടും, ഇപ്പം ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. അത് അപ്പച്ചൻ വന്ന് മക്കളെ പഠിപ്പിക്കുന്നു. എനിക്കൊന്ന് അച്ഛൻ്റെ ദൈവവിളി പോലും ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു നന്മയുള്ളൊരു മനസ്സ്. കാരണം വെച്ചാൽ ഇത് എത്രത്തോളം ഇതിന് പ്രയത്നമുണ്ടെന്നുള്ളതാണ്. ഒരു പാട്ട് ജനങ്ങൾക്ക് വേണ്ടി അവർ കുർബാനയ്ക്ക് പോകുമ്പോൾ അവരെല്ലാവരും വരുമ്പോൾ എനിക്ക് അവർ ഒരുക്കണം, സങ്കീർത്തനം അവരെ പാടിക്കണം. അത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ വരികൾ ആദ്യമേ ഹൃദയത്തിൽ വരികൾ കൊണ്ടുവരണം, വരികളാകണം, ആ സങ്കീർത്തനം വരികളാകണം, മ്യൂസിക് കൊടുക്കണം. അച്ഛൻ എടുക്കുന്ന ഒരു പരിശ്രമമാണ്. ഇങ്ങനെ ദൈവത്തിനെല്ലാം അറിയാമല്ലോ മുൻകൂട്ടി. അപ്പോൾ ദൈവം കാണുന്നുണ്ട് ഇങ്ങനെ ഒരു ഫലം എൻ്റെ മക്കൾക്ക് വേണം. അതുകൊണ്ടാണ് അച്ഛൻ ദൈവവിളിയുടെ ഒരു കൃപ പെട്ടെന്ന് തന്നെ വികാരിച്ചിനോട് മിക്കവാറും പോയി ചോദിക്കാൻ പറഞ്ഞ് പോയി തട്ടിച്ചായിരിക്കും. അങ്ങനെയാണത്. ഞാനിവിടെ ഇങ്ങനെ കോളേജ് പഠിപ്പിക്കുന്നു, ഗാനമേളകൾ നടത്തുന്നു, സംഗീത സ്കൂൾ നടത്തുന്നു, മിമിക്സ് പരേഡുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പിന്നെ മറ്റ് പല ചർച്ച് കൊയർ, പല പരിപാടികളുണ്ട്. ഇതെല്ലാം ആയിട്ട് നടന്ന് ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയിലേക്ക്, കാനഡയിലേക്കും എൻ്റെ ട്രൂപ്പിന് ഒരു ക്ഷണം കിട്ടുന്നു.
18 19 ഗാനമേള പരിപാടികളുണ്ടായിരുന്നു അവിടെ. എഴുന്നാന്ന് ഓർക്കണം, 1990 90 എത്ര വർഷമായി. അവിടെ ഇങ്ങനെ പ്രോഗ്രാംസ് നടത്തി എൻ്റെ ബാൻഡിനെ ട്രൂപ്പിനെ ഞാൻ തിരിച്ച് കേരളത്തിലോട്ട് വിട്ടു. ഞാൻ എന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തൊരച്ഛനെ കാണാനായിട്ട് ചെന്നതാണ് ഈ ഹാലിഫാക്സ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ചെന്നു, അവിടുത്തെ ആർച്ച് ബിഷപ്പിനെ കാണാനിടയായി. അദ്ദേഹം എന്നെ അവിടെ നിൽക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അത് വളരെ കുറഞ്ഞ 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 1 വർഷമായി. 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ആവശ്യപ്പെട്ടത് അവിടെ നിൽക്കാനാണ്. അപ്പോൾ ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ട്രൂപ്പൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുമല്ലോ എങ്ങനെ. അപ്പം ഞാൻ അതിനോട്, ഈ ഗാനമേള പരിപാടികളോടും മറ്റു കാര്യങ്ങളോടും ഞാനങ്ങ് വിട പറഞ്ഞു. അപ്പോൾ അത് ദൈവം തോന്നിച്ചായിരിക്കും എനിക്ക്, കാരണം ഞാൻ അത്രയ്ക്കും അലഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ദൈവത്തിന് തോന്നി, കർത്താവിന് തോന്നി, ഇനി ഇവനെ കുറച്ച് അടക്കി ഇരുത്തണമെന്ന്. അവിടെ ഇരുന്നു. 90 മുതൽ 2004 വരെ ഞാൻ ഒരു മലയാളം പാട്ട് പാടി നോക്കുപോലും ചെയ്തിട്ടില്ല. അത് പറഞ്ഞാൽ വല്ലവരും വിശ്വസിക്കുമോ? ഇത്രയും പാട്ടുകൾ കൊണ്ട് നടന്ന മനുഷ്യൻ ഒരു 15 വർഷത്തോളം ഇവിടെ ഈ കേരളത്തിലുണ്ടാകുന്ന സർവ്വ സീഡികളും എനിക്ക് കിട്ടുമായിരുന്നു. അനിയന്മാരും ഒക്കെ, അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ മേടിച്ചുകൊണ്ട് പോകും. പാട്ട് കേൾക്കും, പക്ഷേ എനിക്ക് പാട്ട് പാടാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തിരുപ്പാതയത്തിൻ്റെ വർക്കിനോടനുബന്ധിച്ച് വീണ്ടും പാട്ടിലേക്ക് വന്ന് ചാടിയത്. അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് വന്നുകൂടെ, ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യം ഇപ്പോൾ ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ വിനീലച്ഛനാണേലും അമേരിക്കയിൽ പോയിരിക്കുവാണേലും അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. സാങ്കേതിക വിദ്യ അത്രയ്ക്ക് വളർന്നു, ആ എല്ലാമായി. അപ്പോൾ എനിക്ക് എൻ്റെ മ്യൂസിക്കും പോയിട്ടില്ല, എൻ്റെ മിനിസ്ട്രിയും പോയിട്ടില്ല, എൻ്റെ അധ്യാപന രീതിയും പോയിട്ടില്ല. അധ്യാപനം എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛൻ എന്നുള്ളതിൽ അച്ഛനെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. നമ്മുടെ ആളുകളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവ എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പറയുകയാണേ എനിക്കിപ്പോൾ പോയി കേരളത്തിൽ പോയി പാട്ട് പാടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട്, നീ കേരളത്തിൽ പോകണ്ട, നീ ഇവിടെ നിന്നുകൊണ്ട് എഴുതിക്കോ, ബാക്കിയുള്ള കാര്യം ചെയ്യാമല്ലോ. അപ്പോൾ ഈ 15 കൊല്ലത്തിനുള്ളിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പുസ്തകങ്ങൾ എഴുതുകയാണ് ചെയ്തത്. അങ്ങനെ 10-12 പുസ്തകങ്ങൾക്കുള്ള മാറ്ററുകൾ ഞാൻ റെഡിയാക്കി. അതിൽ 8 പുസ്തകം ബോംബെയിലെ സെയിൻറ്റ് പോൾ പബ്ലിക്കേഷൻകാരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 4-5 പുസ്തകങ്ങൾ സ്പിരിച്വൽ ക്രിസ്ത്യൻ കാത്തലിക് സ്പിരിച്വാലിറ്റി ഓറിയൻറ്റഡാണ്. ബാക്കിയുള്ളതെല്ലാം ഇൻസ്പിറേഷണൽ ബുക്സാണ്. അപ്പോൾ എനിക്ക് ആ ബുക്സുകളെ പറ്റി തന്നെ ലോകത്തിൻ്റെ പലയിടത്തു നിന്ന് എന്നെ വിളിക്കാറുണ്ട്. ആ പുസ്തകത്തിൽ ഇന്ന ചാപ്റ്റർ ഞാൻ വായിച്ചു വെച്ചാൽ എൻ്റെ ജീവിതത്തിന് ഇത്രയും പ്രത്യാശ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടുന്നില്ല, നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, തമ്പുരാൻ പറയണ വഴിക്കൂടെ പൊക്കോ, ഒന്നും നഷ്ടപ്പെടുന്നില്ല. എനിക്ക് 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ഒരു ഉത്തരം അച്ഛൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇതിന് നമുക്കൊരു പാട്ടും കൂടി അച്ഛൻ്റെ കേൾക്കണം. അതിനുശേഷം 1-2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഓൾറെഡി ഉത്തരം അച്ഛൻ പറഞ്ഞെങ്കിലും 2-3 സംശയങ്ങൾ. അത് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ആയിക്കോട്ടെ. മനോഹരം മഹനീയം മഹേശ്വരൻ്റെ സദനം, മനോഹരം മഹനീയം മഹേശ്വരൻ്റെ സദനം, മഹോന്നതം രമണീയം മഹത്വമേറും ഭവനം, മഹത്വമേറും ഭവനം.
മഹേശ്വരൻ്റെ സദനം. ശാന്തി തീരമേ ഭവനം, രക്ഷാനിലയമീ ഗേഹം. ശാന്തി തീരമീ ഭവനം, രക്ഷാനിലയമീ ഗേഹം. ഈ ധന്യഗേഹത്തിൽ ഏകദിനം വാഴുവതെന്തു ഭാഗ്യകരം. ധന്യഗേഹത്തിൽ ഏകദിനം വാഴുവതെന്തു ഭാഗ്യകരം. വാഴുവതെന്ത് ഭാഗ്യകരം. മനോഹരം മഹനീയം മഹേശ്വരൻ്റെ സദനം. കണ്ണാലൊരിക്കലൊന്നൊഴിയാ കാന്തി ചേരുമാ വദനം. കണ്ണാലൊരിക്കലൊന്നൊഴിയാ നിന്നാമമന്ത്രവും ഓതിയോതി ഞാനിരുന്നോളാമിവിടെ. നിന്നാമമന്ത്രവും ഓതിയോതി ഞാനിരുന്നോളാമിവിടെ. ഞാനിരുന്നോളാമിവിടെ. മനോഹരം മഹനീയം മഹേശ്വരൻ്റെ സദനം. മനോഹരം മഹനീയം മഹേശ്വരൻ്റെ സദനം. മഹോന്നതം രമണീയം മഹത്വമേറും ഭവനം. മഹത്വമേറും ഭവനം. മനോഹരം മഹനീയം മഹേശ്വരൻ്റെ സദനം. അടിപൊളി പാട്ട്, നല്ല സൂപ്പറായിട്ട് അച്ഛൻ പാടി. ഇതും എനിക്ക് തോന്നുന്നു ഒരു 10-40 വർഷത്തെ ഒരു അല്ലേ? ഈ പാട്ടിനൊരു ചരിത്രമുണ്ട്. ഞാൻ സരിഗ സംഗീതാലയ എന്ന ഗാനമേള ട്രൂപ്പ് സംഗീത സ്ഥാപനം കൊണ്ടു നടക്കുന്ന സമയത്ത് ചിന്താ മലരുകൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വത്തിക്കാൻ റേഡിയോയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ സ്കിറ്റുകളും അതുപോലെ പാട്ടുകളും ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്ത് അവിടെയാണത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി എഴുതിയൊരു പാട്ടാണിത്. അത്രയും ഉണ്ട്. ഈ പാട്ട് ആദ്യം പാടിയത് മിൻമിനിയാണ്. ഇത് ഓൾ ഇന്ത്യ റേഡിയോയിലും വന്നിട്ടുണ്ട്, അതുപോലെ ദൂരദർശനിലും വന്നിട്ടുണ്ട് നേരത്തെ. നല്ല പാട്ട്, നല്ല വരികളും. ഇതിൻ്റെ പാട്ടിൻ്റെ ഒരു വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്നത്. എനിക്ക് തോന്നുന്നത് 2 പ്രാവശ്യം അച്ഛൻ പാടിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന, ഇതിനു മുമ്പ് പാടിയ സങ്കീർത്തനമായിക്കോട്ടെ ഇപ്പോഴത്തെ ഈ പാട്ടായിക്കോട്ടെ, എല്ലാവർക്കും അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അച്ഛൻ്റെ ഒരു ശൈലി. പാടിയ പാട്ട് എല്ലാം തന്നെ അതൊരു അനുഭവമാണ്. അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് അച്ഛനോട് അസൂയല്ല, ഭയങ്കര ഒരു ആരാധന. അച്ഛൻ പറഞ്ഞല്ലോ എനിക്ക് വരികൾ അങ്ങനെ കിട്ടില്ല അച്ഛൻ. അപ്പോൾ മനനം ചെയ്തൊക്കെയാണ് അത് തന്നെ പറയുന്നത്. അതിനുള്ള സമയം പ്രാർത്ഥനയാണ്. അതെ, ധ്യാനം.
ധ്യാനം. ഞാനിപ്പോൾ ഈ ചാപ്പലിൽ നമ്മുടെ ദീപികാരനെ എഴുന്നള്ളിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകളെല്ലാം ഒരു ധ്യാനമാണ്. നമ്മളിപ്പോൾ ധ്യാനിച്ചാണ് ഇവനെ കുറുക്കിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയാക്കി വെക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ആര് പാട്ട് എഴുതുന്നവരാണേലും പിന്നെ ചലച്ചിത്രഗാനം എഴുതുന്നവരാണെങ്കിൽ പോലും എത്രയോ പ്രാവശ്യം എഴുതിയും തിരുത്തിയും വലിച്ചു കീറിച്ച് ചവച്ചോട്ടയിലേക്ക് ഇട്ടേച്ചാണ് അവസാനം ഇങ്ങനെ 4 ലൈൻ ഒപ്പിക്കണേ. അത് ഭയങ്കര ഒരു മെൻ്റൽ വർക്കാണത്. അത് ഭയങ്കര പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞവരെ, അച്ഛനെ പറയാനായിട്ട് ഒരുപാട് എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല. അച്ഛൻ ആദ്യമേ പാട്ടിലാണ് തുടങ്ങിയത്, പിന്നെ വരികളായി, സംഗീതമായി. അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചു. അതായത് 15 വർഷം അച്ഛനൊരു ബ്രേക്ക് കിട്ടും, പാട്ടിനൊരു ബ്രേക്ക്. അത്രയും വർഷങ്ങൾ അച്ഛൻ പാട്ട് മേഖലയിൽ എല്ലാവരുമായിട്ടും സംഗീത സംവിധായകന്മാർ, പ്രഗത്ഭരായ പാട്ടുകാരൊക്കെ എല്ലാം ബന്ധപ്പെട്ട് പാട്ടിൻ്റെ ഫീൽഡിൽ നിന്നും 10-15 വർഷം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. പക്ഷെ ആ സമയത്ത് ഒരു 15 പുസ്തകങ്ങളാണ് അച്ഛനപ്പം എഴുത്തിലേക്ക് വന്നു. എല്ലാ സമയവും ആ കലയായിക്കൊള്ളട്ടെ, അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടാലൻറ്റ്, ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, അത് മനസ്സിലാക്കി അതിനോട് ചേർന്ന് ആ 15 വർഷം പോലും അച്ഛൻ പുസ്തകം എഴുതി. അതും എല്ലാവർക്കും ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഒരുപാട് പേർ അച്ഛനെ വിളിച്ച് ചോദിച്ചു എന്നാണ് പറഞ്ഞത് ഈ ചാപ്റ്റർ. പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റിയൊക്കെ നമ്മൾ അച്ഛനിൽ നിന്നും കേട്ടു. നിരവധി കഴിവുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും വളരെ സിമ്പിളായിട്ടുള്ള അച്ഛനാണ് അച്ഛൻ. ഇനി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതും, ഒരിക്കലും നമ്മൾ ഈ അച്ഛനെ മറക്കരുത്. ഞങ്ങളുടെ ഹെവൻലി മെലോഡീസ് കിട്ടിയൊരു ഭാഗ്യമാണ് അച്ഛൻ. പുഞ്ചിരിക്കുന്നൊരച്ഛൻ, എളിമയുള്ളൊരച്ഛൻ, എവിടെ എത്തിയാലും തൻ്റെ ജനം, അതാണ് അച്ഛൻ്റെ മനസ്സിലുള്ള നല്ല ആത്മീയതയുള്ള ഒരു ഒരച്ഛനാണ് നമ്മുടെ അച്ഛൻ. അച്ഛൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും ഇപ്പം അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അച്ഛൻ്റെ ജീവന് ഒരു ബലമായിട്ട് എപ്പോഴും ഉണ്ടാകും. ഞങ്ങളുടെ പ്രാർത്ഥന. ഒത്തിരി നന്ദി അച്ഛാ, വളരെ നന്ദി. അച്ഛൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-2 പാടിക്കൂ. ഇതാ ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ, ഹൃദയവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട്. ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ, ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ. സ്വർഗം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുദിനം യോഗ്യരാക്കേണമേ. കാരുണ്യനാഥ, സ്നേഹനാഥ, ഇതാ ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ, ഹൃദയവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട്. ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ.
ദൈവത്തിൻ മക്കളായി തിരഞ്ഞെടുത്ത് 12-15 വർഷക്കാലം സഹനങ്ങളും കൃപകളും ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ദൈവത്തിനു വേല ചെയ്യാൻ ശത്രുക്കരങ്ങളിൽ വീഴാതെ ഞങ്ങളെ കാത്തിടേണമേ ദേവപുത്ര, കാത്തിടേണമേ ദേവപുത്ര. ഇതാ ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ, ഹൃദയവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ. ഇതൊരു പട്ടവുമായിട്ടൊരു അച്ഛൻ്റെ പട്ടത്തിന് ആയിട്ട് ചേർന്നുള്ളൊരു പാട്ടാണ്, ഒരു എൻട്രൻസ് സോങ് ആണ്. പുത്തൻ കുർബാനയ്ക്ക് വരുന്നത് 12-15 വർഷത്തോളം പരിശീലനം കഴിഞ്ഞിട്ട് ആ ഒരു വാക്കുകളാണ്. 12-15. അതെ അതെ അതെ. അപ്പോൾ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം, അച്ഛൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളെ ധന്യമാക്കിയതിന് ഒക്കെ ജോണച്ച ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ്. അച്ഛൻ ഞങ്ങൾക്ക് സന്തോഷം നൽകി, തിരിച്ച് അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഈ നൽകിയ സന്തോഷത്തിന് തിരിച്ച് സന്തോഷം തന്നെ പങ്കുവെച്ച് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാകും. ജോണച്ചൻ ഇപ്പം ഞങ്ങളുടെ അച്ഛനായിട്ട് മാറിയിരിക്കുകയാണ്. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി കൂടി അച്ഛൻ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ഞാൻ നമ്മുടെ ഈ കോഴ്സ് ഓഫ് ദി എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ ഔചാരികമായ കാര്യങ്ങളാണ് പലതും സംഭവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതും ഔചാരികമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വരേണ്ടി വന്നത്, ഈ ഹെവൻലി മെലഡീസിലോട്ട്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളത് പറയാമല്ലോ, ചില സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാരണം ഡയറക്റ്റായിട്ട് എൻ്റെ ടെലിവിഷൻ അതിനുള്ളിൽ ഈ ഷാലോം പ്രോഗ്രാം അവിടെ വരുന്നില്ല. അവിടുത്തെ ഓരോ സെക്ഷനായിട്ട് വേറെ ചില ചാനലുകളാണല്ലോ. ഞാൻ മാത്രമല്ല, ഒരു മലയാളിയല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം കനേഡിയൻസ് അല്ലേ, അവരുടെ ചാനലിൽ അവർ വരുത്തുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിന് പോകാറില്ല. നമ്മുടെ ഇത് വേണമെന്ന് പറഞ്ഞാൽ നടക്കും, പക്ഷേ എൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ആകസ്മികമായിട്ട് പെട്ടെന്നുണ്ടായതാണ്. എനിക്ക് നമ്മുടെ ഇവിടെ ഈ കുടുംബത്തിലെ പല അംഗങ്ങളോടും ഭയങ്കരമായിട്ട് നന്ദി പറയാനുണ്ട്. നമ്മളെ ഇവിടെ നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ലോകം കേൾക്കാൻ പോകുന്നില്ല, ഈ ഇരിക്കുന്ന ക്രൂ ഇല്ലെങ്കിൽ. അതുകൊണ്ട് അവരാണ് പ്രധാനപ്പെട്ടവർ. ഞാൻ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയാമായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ നമ്മോട് കോപിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന പാട്ടേക്ക് കൂന്നായി പോവും, അത് കുളമാക്കി കളയും എന്ന് പറഞ്ഞാൽ ഇവരാണ് അതിൻ്റെ പിന്നിലെ ശക്തി. പിന്നെ ഓഫ് കോഴ്സ് കുടുംബത്തിൽ നാഥന്മാരും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അവർക്കെല്ലാവർക്കും വളരെ നന്ദി. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കൈകൾ കൂപ്പി ഞങ്ങളെല്ലാവരും, പ്രേക്ഷകരും ഞാനും എല്ലാവരും അച്ഛ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അച്ഛൻ്റെ വലിയ സാന്നിധ്യത്തിന് ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. കർത്താവിൻ കൂടാരത്തിൽ ആരു വസിച്ചിടും, അവിടുത്തെ നിർമ്മലഗിരിയിൽ ആരു പ്രവേശിക്കും. കർത്താവിൻ കൂടാരത്തിൽ ആരു വസിച്ചിടും, അവിടുത്തെ നിർമ്മലഗിരിയിൽ ആരു പ്രവേശിക്കും. കറകൂടാതെ ജീവിക്കും നീതിമാനവനും, ഹൃദയത്തിൽ സത്യം മാത്രം കരുതും.